ബാംഗ്ലൂരിൽ നിന്നും വിസ്റ്റാഡോം കൊച്ചിയിൽ തരിക്കരയിൽ എത്തിച്ചേർന്ന നാം ഇനി സഞ്ചരിക്കുന്നത് തരിക്കരയിൽ നിന്നും ഭദ്രാവതി വരെയാണ്. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ചിക്കമംഗ്ലൂർ ജില്ലയിലെ 2 ഉപവിഭാഗങ്ങളുടെ ആസ്ഥാനങ്ങളിൽ ഒന്നാണ് തരിക്കര. ഇത് ഒരു പട്ടണവും താലൂക്കുമാണ്. മലനാട് പ്രദേശം ആരംഭിക്കുന്നത് ഇവിടെ നിന്നായതിനാൽ മലനാടിൻ്റെ ഗേറ്റ്വേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പട്ടണത്തിനു ചുറ്റുമുള്ള ജലസംഭരണികളുടെ എണ്ണത്തിൽ നിന്നാണ് പട്ടണത്തിൻ്റെ പേര് ഉരുത്തിരിഞ്ഞത് എന്നാണ് കണക്കാക്കുന്നത്. നാഷണൽ ഹൈവേ 69 ബാംഗ്ലൂർ മുതൽ ഹൊന്നാവര വരെ പോകുന്ന റോഡ് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. മൈസൂരിൽ നിന്നും മൈസൂർ അരസീക്കര സംസ്ഥാന പാതയിലൂടെയും തുടർന്ന് നാഷണൽ ഹൈവേ നമ്പർ 69 വഴിയും ഇവിടെ എത്തിച്ചേരാം. ചിക്കമംഗ്ലൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് തരിക്കരയിലേക്ക് 2 വ്യത്യസ്ത വഴികളിൽ എത്തിച്ചേരാം. സ്റ്റേറ്റ് ഹൈവേ നമ്പർ 57 ലിംഗദഹള്ളി വഴി പർവ്വതവനത്തിലൂടെയും കോഫി എസ്റ്റേറ്റുകളിലൂടെയും 57 കിലോമീറ്റർ താണ്ടി, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ നമ്പർ 173 കടൂർ ബീരൂർ വഴി 75 കിലോമീറ്റർ താണ്ടിയും ഇവിടെ എത്തിച്ചേരാം. ബീരൂർ മുതൽ താളകുപ്പ വരെയുള്ള റെയിൽവേ ലൈനാണ് തരിക്കരയിൽ സ്ഥിതി ചെയ്യുന്നത്. ചിക്കമംഗ്ലൂരു, മൈസൂരു, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്രെയിനുകൾ ഷിമോഗയിലേക്കുള്ള വഴിയിൽ തരിക്കരയിൽ എത്തിച്ചേരുന്നു. സമീപത്ത് ആയി വിമാനത്താവളങ്ങൾ ഒന്നുമില്ല. വിമാനം വഴി യാത്ര ചെയ്യേണ്ടവർ മംഗലാപുരം, ഹുബ്ലി അല്ലെങ്കിൽ ബാംഗ്ലൂർ വിമാനത്താവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ആഗുംബെ-ഘാട്ട് വഴി 210 കിലോമീറ്റർ അകലെയുള്ള മംഗലാപുരമാണ് ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം. തരിക്കര സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ശരാശരി ഉയരം 698 മീറ്റർ ആണ്. തരിക്കര സ്വന്തം ജില്ലയിൽ 3 താലൂക്കുകളുടെ അതിർത്തി കൂടി പങ്കിടുന്നുണ്ട്. വടക്ക് ചെന്നഗിരി താലൂക്കും പടിഞ്ഞാറ് നരസിംഹരാജപുരയും തെക്ക് പടിഞ്ഞാറ് ചിക്കമംഗ്ലൂരും തെക്ക് കടൂരും ആണ് സ്ഥിതി ചെയ്യുന്നത്. ഷിമോഗയും ഭദ്രാവതിയും തരിക്കര വടക്ക് അതിർത്തിയായി ഷിമോഗ ജില്ലയിലാണ്. തരിക്കര താലൂക്കിലെ മലനാട്, മൈതാനം ഹോബ്ലികൾ ഉൾപ്പെടുന്ന ഹോബ്ലി ആസ്ഥാനങ്ങൾ ഈ താഴെ പറയുന്നവയാണ്: അമൃതപുര, ലക്കവല്ലി, ലിംഗദഹള്ളി, കസബ. 2001 ഇന്ത്യൻ സെൻസസ് പ്രകാരം തരിക്കരയിൽ ഏകദേശം 35,000 ജനസംഖ്യയുണ്ടായിരുന്നു. ജനസംഖ്യയുടെ 51% പുരുഷന്മാരും 48% സ്ത്രീകളുമാണ്. തരിക്കരയുടെ ശരാശരി സാക്ഷരതാ നിരക്ക് 68%. ദേശീയ ശരാശരിയായ 59.5-നേക്കാൾ 8.5% കൂടുതലാണ്. പുരുഷ സാക്ഷരതാ നിരക്ക് 73%-വും സ്ത്രീ സാക്ഷരതാ നിരക്ക് 62%-വുമാണ്. തരിക്കരയിൽ ജനസംഖ്യയുടെ 11.6% 6 വയസ്സിൽ താഴെയുള്ള മക്കളാണ്. തരിക്കരയിലെ പ്രധാന തൊഴിൽ കൃഷിയാണ്. വെറ്റില, നെല്ല്, രാഗി, അരിക്ക, കാപ്പി, തെങ്ങ്, വാഴ, പാൻ ഇല, മാങ്ങ, ചോളം എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന വിളകൾ. ഈ പ്രദേശം ഒരു പ്രധാന നെൽ ഉൽപാദന കേന്ദ്രം കൂടിയാണ്. എന്നാൽ ഇപ്പോൾ പ്രധാനമായും കവുങ്ങാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. BEMLന്റെ അനുബന്ധ സ്ഥാപനമായ വിഗ്യാൻ ഇൻഡസ്ട്രീസ് തരിക്കരയ്ക്ക് സമീപത്തായി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ സ്റ്റീൽ കാസ്റ്റിങ്ങുകളുടെ പ്രധാന നിർമ്മാതാക്കളുമാണ് തരിക്കര. തരിക്കര നിരവധി ടാങ്കുകളാലും കുളങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ചിക്കര, ദൊഡ്ഡക്കര, ദളവീക്കര, രാമനായക്കനക്കര, കെന്താരഹള്ള എന്നിവയാണ് തരിക്കരയ്ക്ക് സമീപമുള്ള ടാങ്കുകൾ. തരിക്കരയെ ചുറ്റിപ്പറ്റി നിരവധി ചരിത്ര സ്ഥലങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമായവ ഭദ്ര വന്യജീവി സങ്കേതമാണ്. തരിക്കരയിലെ പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് കെമ്മണ്ണുകുണ്ടി. ഹൊയ്സലർ നിർമ്മിച്ച അമൃതേശ്വര ക്ഷേത്രം മറ്റൊരു കാഴ്ചയാണ്. കല്ലത്തഗിരി വെള്ളച്ചാട്ടവും പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട കർണാടകയിലെ ഏറ്റവും പഴക്കമേറിയ വലുതുമായ അണക്കെട്ടുമാണ് ഭദ്ര അണക്കെട്ട്. പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ശ്രീ ബനശങ്കരി ദേവി ക്ഷേത്രവും ശ്രീ
പരമാനുഗട്ടെ ആഞ്ജനേയസ്വാമി ക്ഷേത്രവും ആണ് മറ്റ് പ്രശസ്തമായ ഹിന്ദു ക്ഷേത്രങ്ങൾ. തരികരയിൽ നിന്നും പുറപ്പെട്ട നാം ഇപ്പോൾ ഭദ്രാവതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ഒരു വ്യവസായ നഗരം അല്ലെങ്കിൽ സ്റ്റീൽ ടൗണും താലൂക്കുമാണ് ഭദ്രാവതി അല്ലെങ്കിൽ ഭദ്രാവതി. സംസ്ഥാന തലസ്ഥാനമായ ബംഗളൂരുവിൽ നിന്നും ഏകദേശം 255 കിലോമീറ്റർ അകലെയായും ജില്ലാ ആസ്ഥാനമായ ഷിമോഗയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. 2011 സെൻസസ് പ്രകാരം 1,51,102 ഇവിടുത്തെ ജനസംഖ്യ. നഗരത്തിലൂടെ ഒഴുകുന്ന ഭദ്ര നദിയിൽ നിന്നാണ് ഭദ്രാവതി എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ഇത് മുമ്പ് ബെങ്കിപുര എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷിൽ തീയുടെ നഗരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. കൂടാതെ മുമ്പ് ബെങ്കിപട്ടണ എന്നും ഇതറിയപ്പെട്ടിരുന്നു. ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് വെങ്കിപുര എന്നും അറിയപ്പെട്ടിരുന്നു. എന്നാൽ സംസ്കൃതത്തിൽ തിരിവ് എന്നാണ് വെങ്കി എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. ഭദ്രാ നദി പടിഞ്ഞാറോട്ട് 90 ഡിഗ്രി തിരിയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പവിത്രമായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഈ നഗരത്തിലുണ്ട്. 1413 ദുമ്മ, ബനുരു എന്നീ 2 നഗരങ്ങൾ ഭരിച്ചിരുന്ന യരേലക്ക നായക്ക കാട്ടുവനങ്ങൾ വെട്ടിത്തെളിച്ച ശേഷം 2 നഗരങ്ങൾ കൂടി നിർമ്മിച്ച് അവയ്ക്ക് നരസിംഹപുര എന്നും ലക്ഷ്മിപുര എന്നും പേരിട്ടു. തുടർന്ന് ഈ 2 നഗരങ്ങളും ഭദ്രാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ബെങ്കിപുര അല്ലെങ്കിൽ വെങ്കിപുര പിന്നീട് ഭദ്രാവതിയായി മാറി എന്നാണ് ഇതിഹാസം. 1918 മൈസൂരു അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ഇരുമ്പ് മിൽ സ്ഥാപിക്കാൻ കെമ്മണ്ണുകുണ്ടിയിലെ ഹിൽ സ്റ്റേഷനിൽ നിന്നുള്ള ഇരുമ്പയിരും ഭദ്രാ നദിയിൽ നിന്നുള്ള വെള്ളവും സഹായിച്ചു. 1936 മൈസൂരു പേപ്പർ മിൽസ് ലിമിറ്റഡ് എന്ന കടലാസ് നിർമ്മാണ സ്ഥാപനം സ്ഥാപിതമായതോടെ വ്യവസായ നഗരമെന്ന നിലയിൽ ഭദ്രാവതിയുടെ പ്രശസ്തി കൂടുതൽ വർദ്ധിച്ചു. കർണാടക സംസ്ഥാനത്തിൻ്റെ മധ്യഭാഗത്തായി ഷിമോഗ ജില്ലയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് ഭദ്രാവതി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 597 മീറ്റർ ഉയരത്തിലാണ് ഭദ്രാവതി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഭദ്ര വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഭദ്രാവതി നഗരത്തിലൂടെയാണ് ഭദ്രാ നദി ഒഴുകുന്നത്. ഭദ്രാ നദിയിൽ ധാരാളം മഗർ മുതല ഇനങ്ങളുണ്ട്. പശ്ചിമഘട്ടത്തിനും അരമലനാട് മേഖലയ്ക്കും ഇടയിലാണ് ഭദ്രാവതി സ്ഥിതി ചെയ്യുന്നത്. ഭദ്രാവതി താലൂക്കിൻ്റെ ആകെ വിസ്തീർണം 675.08 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യ ഒരു ചതുരശ്ര കിലോമീറ്ററിന് 501.56 നിവാസികൾ എന്ന കണക്കിൽ. പടിഞ്ഞാറ് ഷിമോഗ താലൂക്ക്, വടക്ക് പൊന്നാളി താലൂക്ക്, കിഴക്ക് ചെന്നഗിരി താലൂക്ക്, തെക്ക് കിഴക്ക് തരിക്കര താലൂക്ക്, തെക്ക് പടിഞ്ഞാറ് നരസിംഹരാജപുര താലൂക്ക് എന്നിങ്ങനെ 5 താലൂക്കുകളും ഈ താലൂക്കിൻ്റെ അതിർത്തികളായി ഉണ്ട്. വേനൽക്കാലത്തെ ശരാശരി താപനില 25 ഡിഗ്രിക്കും 37 ഡിഗ്രിക്കും ഇടയിലാണ്. ശൈത്യകാലത്തെ ശരാശരി താപനില 25 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിലാണ്. നഗരത്തിലെ വാർഷിക മഴ ഏകദേശം 950 മില്ലിമീറ്ററാണ്. ഇവിടുത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഷിമോഗ, ചിക്കമംഗളൂർ എന്നീ 2 മലനാട് ജില്ലകളുടെ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ഭദ്രാ നദിക്ക് കുറുകെയാണ് ഭദ്ര അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഭദ്രാവതിയിൽ നിന്നും 23 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന പ്രോജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു സംരക്ഷിത പ്രദേശവും കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലാണ് ഗോണ്ടി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ചെക്ക് ഡാമാണ്. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. കെമ്മണ്ണുകുട്ടയും ഗംഗൂരും പശ്ചിമഘട്ടത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മൺസൂണിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. അങ്ങനെ ഭദ്രാവതിയുടെ ചരിത്രം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നാം പുറപ്പെട്ട വിസ്റ്റാഡോം കോച്ച് ഭദ്രാവതി സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.